എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ പല പല കാര്യങ്ങളും ചെയ്യുമ്പോഴേ, ഇപ്പോൾ വീടാണെങ്കിലും ക്ലീൻ ചെയ്തിടുന്നതും അതുപോലെ നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കുകളാണെങ്കിലും ചിലപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. നമ്മുടെ ഗപ്പിക്കുട്ടന്മാരെ നോക്കാറുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ചെടി വയ്ക്കാറുണ്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ ബുക്ക് എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, സ്വാതിക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു? ഒന്നാമത് നോർമൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഫ്രീ ടൈമാണ്, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഫ്രീ ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് കല്യാണി സ്കൂളിൽ പോയാലും കണ്ണൻ്റെ എ ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം. യൂറിൻ പോയാൽ പോലും നമ്മളത് പമ്പേഴ്സ് നോക്കി മാറ്റി ഫുഡ് കൊടുക്കണം, വെള്ളം പോലും നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും ബാക്കി ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് കാണാനില്ല, ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും നിറച്ച് പുല്ലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറച്ച് പുല്ല് കയറിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ പുല്ല് ചെത്തും, അതിന് കുറച്ച് സ്പേസേ ഉള്ളൂ മുറ്റായിട്ട്, പക്ഷെ അവിടെ നല്ലപോലെ പുല്ല് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടണമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടാണ്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി അവൻ്റെ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കല്യാണിനെയും കുട്ടൂനെയും അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയാണ് കേട്ടോ, അവളെയും ഏൽപ്പിച്ചിട്ട് ഞാൻ ഇപ്പുറത്തൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ 2 കള കളിക്കും, പിന്നെ കണ്ണൻ്റെ അടുത്ത് പോയി നോക്കും. ഇവരെയൊന്നും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, കാരണം കണ്ണൻകുട്ടിയുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയാലും ഇവർ ചിലപ്പോൾ പറയൊന്നുമില്ല. പക്ഷേ ശരിയാക്കിയൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണൻകുട്ടീനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വക പുല്ല് ചെത്താനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത്. ഇവൻ്റെ ചെയർ ഞാൻ അങ്ങനെ മുറ്റത്തേക്ക് ഇറക്കാറില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ കൊണ്ടുവന്ന് ഇരുത്താമായിരുന്നു. പക്ഷേ ഇവൻ്റെ ഒരു സ്ട്രോളറുണ്ട്, ആ സ്ട്രോളർ ഞാൻ മുറ്റത്തേക്ക് ഇറക്കുന്നത്, പക്ഷേ അതിൽ കാണാൻ അത്ര സുഖമായിട്ട് ഇരിക്കാനും പറ്റുന്നില്ല. എന്തായാലും കണ്ണൻകുട്ടി കാരണമാണ് എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അവൻ അത്രയും എന്നോട് സഹകരിക്കുന്നുണ്ട്.